ഇത്തരം നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ടെക്ട്യൂബറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്, VFX 3D ലൈവ് വാൾപേപ്പർ. അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ലൈവ് വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഹോളോഗ്രാമിക് വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലോട്ട് നമുക്ക് വാൾപേപ്പർ ഇരിക്കുന്നിട്ട് നമുക്ക് തോന്നും. നമുക്ക് അങ്ങനെ ഒരു അനുഭവം തരുന്ന 3D അനുഭവം തരുന്നൊരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ 100-ലധികം വാൾപേപ്പർ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ചിലതൊക്കെ ഫ്രീയും ചിലതൊക്കെ പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെ തീംസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വാൾപേപ്പറിൻ്റെ ലിസ്റ്റ് താപ്പോട്ട് കാണാൻ പറ്റും. അവിടെ തന്നെ നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാനും പറ്റും. അതോടൊപ്പം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ഭൂമിക്ക് വെളിയിലുള്ളൊരു അനുഭവം തരുന്നൊരു വാൾപേപ്പറാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 100-ലധികം വാൾപേപ്പർ ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ താപ്പോട്ട് നോക്കുവാണെങ്കിൽ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള വാൾപേപ്പർ കാണാൻ പറ്റും. അതോടൊപ്പം മേലത്തെ 3 ഡോട്ടിൽ നിൽക്കി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കാറ്റഗറി സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാൾപേപ്പറിന് ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ ചില വാൾപേപ്പർ എന്ന് വെച്ചാൽ പെയ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് പ്രോ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് തീംസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു 4 കോളങ്ങളിലായിട്ട് ഡൗൺലോഡ് നിറഞ്ഞു വരുന്നത് കാണാം. ഇപ്പോൾ ഡൗൺലോഡ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അവിടെ ചോദിക്കും നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ യേസ് കൊടുത്തു കഴിഞ്ഞാൽ വാൾപേപ്പർ സെറ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമാൻഡയുടെ വാൾപേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കൊരു 3D അനുഭവം തരുന്നൊരു വാൾപേപ്പറാണ്. അപ്പോൾ ഇതുപോലെ നിരവധി വാൾപേപ്പർ ഇതിൽ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവാണെങ്കിൽ ഇവിടെ നേരിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രിവ്യൂ ചെയ്ത് കാണാൻ പറ്റും. നമുക്കിത് എങ്ങനെയായിരിക്കും നമ്മുടെ ഫോണുമായിട്ട് ഇണങ്ങുന്നത് എന്ന് നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണ് ഇത് കുറച്ചും കൂടെ അടിപൊളിയാക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് റിംഗ് ടൂൾസിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റിംഗ് ടൂൾസ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ സെറ്റിംഗ് എടുക്കുകയാണെങ്കിൽ അവരുടെ കുറച്ച് എഫക്റ്റ് കൂട്ടുന്നതും അതോടൊപ്പം തന്നെ ബാറ്ററി സേവ് മോഡൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ആനിമേഷൻ്റെ എഫക്റ്റ് കൂട്ടാൻ പറ്റും. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ. അതോടൊപ്പം ഇതിനൊരു കുഴപ്പമുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർജ് പെട്ടെന്ന് തീരുന്നതാണ്. അപ്പോൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി മാത്രം നിങ്ങളിത് ഉപയോഗിക്കുക, അല്ലാതെ എപ്പോഴും ഇതിട്ട് കഴിഞ്ഞാൽ ചാർജ് പെട്ടെന്ന് തീരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക.